Hi, this is Ramya Girija. Welcome to another episode of Little Stories that Inspire You. കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പന്തൽ കെട്ടിയിരുന്നു. വളരെ കൗതുകത്തോടു കൂടെയാണ് ഞാനത് നോക്കിക്കണ്ടിരുന്നത്. കാരണം ആ പന്തൽ പൊളിക്കുന്ന സമയത്ത് ഒരുപാട് കളർഫുള്ളായിട്ടുള്ള പേപ്പറുകളും തോരണങ്ങളും കിട്ടുമായിരുന്നു. ഇന്ന് അതേ രീതിയിൽ എൻ്റെ മകള് പല ഫംഗ്ഷനും പോകുമ്പോൾ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കളർ പേപ്പറുകൾക്ക് വേണ്ടിയിട്ടോ തോരണങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല, മറിച്ച് വാടാൻ മടിക്കുന്ന പൂക്കൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പിടി പൂക്കളുമായി മകൾ ഓടിയെത്തുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു പന്തൽ പണിയിൽ നിന്ന് ഇവന്റ് മാനേജ്മെന്റിലേക്ക് എത്തി നിൽക്കുന്ന വമ്പൻ ബിസിനസിനെ കുറിച്ച്. ഇന്ന് എന്തിനും ഏതിനും ഇവന്റ് മാനേജ്മെന്റ് ആണ്. ഇന്ന് ലിറ്റിൽ സ്റ്റോറീസിന്റെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് ഹരി അജിത്, ആർട്ടിൽ ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സിന്റെ ഓണറാണ്. അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ലിറ്റിൽ സ്റ്റോറീസ്. പണ്ടത്തെ കാലത്ത് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് പന്തൽ പണി എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രായമായ ആൾക്കാരാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ, പ്രായമായ ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുക എന്ന് കരുതുന്നത്. അപ്പോൾ ഹരി വളരെ യങ്ങായിട്ടുള്ളൊരു ഓൺട്രപ്രണറാണ്. അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഹരി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ഇപ്പം നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇതിനെ ജസ്റ്റ് ഒരു പന്തൽ പണി അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഇപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞു സ്റ്റേജ് ഡെക്കറേഷൻ അങ്ങനെയുള്ളൊരു പ്രൊഫൈലായിരുന്നു എല്ലാവരും. അപ്പോൾ അതിനകത്തൊരു പുതുമ എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുള്ള പല പല ഡിസൈൻസ് വെച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിലിങ് അങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ ട്രെൻഡിനോടൊപ്പം ഈ പന്തൽ പണിയെ കൊണ്ടുവരുമ്പോഴാണ് നമ്മളതിനൊരു പുതിയൊരു ടച്ച് കൊണ്ടുവരുന്നത്, മീൻസ് ഒരു വിസിബിലിറ്റി കൊണ്ടുവരുന്നത്. പണ്ടത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ നാട്ടിലെ ഒരു പ്രധാന ആൾ ആയിരിക്കും അത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫോണിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെറുതെ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് നിൽക്കുമ്പോൾ തന്നെ പല പല ഡിസൈൻസ്, പല പല കമ്പനീസ് ഇതൊക്കെ വരും. അപ്പോൾ ഇതിനകത്ത് സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ്റെ ഭംഗി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായി ആൾക്കാരുടെ ശ്രദ്ധ എന്നുള്ളതാണ്. ഇതിൽ പ്രായം ഒരു ഫാക്ടറാണോ? അതായത് ഇങ്ങനെയുള്ള വലിയൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു പക്ഷേ ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു കാര്യമാണ്. ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ഇവന്റ് ആണത്. അപ്പം അത്രയധികം ഇൻവെസ്റ്റ്മെന്റ് ആൾക്കാർ ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഇടാറുണ്ട്. അപ്പോൾ അത് ഏൽപ്പിക്കുമ്പോൾ ഈ പ്രായം കൊണ്ട് അതൊരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നതിലോ ആ ബിസിനസ് ക്ലോസ് ചെയ്യുന്നതിലോ അങ്ങനെ ഒരു ചലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ടോ? എനിക്കൊരിക്കലും അങ്ങനെ ഒരു പ്രായത്തിൻ്റെ ഒരു ബാരിയർ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ. ബിക്കോസ് അതിനകത്ത് ഇപ്പോൾ ഞാനൊരാളുടെ അടുത്ത് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും എല്ലാ വർക്കിലും. ഇപ്പം ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു വൺ ടൈം ഇവൻറ്റിനെ എങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതിപ്പോൾ ഞാനെന്നല്ല, ഏതൊരു വ്യക്തി ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന ഓപ്പണൻറ്റിൻ്റെ നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരു സർവീസ് ഓഫർ ചെയ്യുമ്പോൾ അവരുടെ ഒരു പ്രോഗ്രാം എങ്ങനെ കളർഫുൾ ആക്കി എടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് പിന്നെ ഒരൊറ്റ ആളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ഇപ്പം എൻ്റെ കൂടെ തോളോട് തോള് നിൽക്കുന്ന എൻ്റെ ടീം മെമ്പേഴ്സ് ആയിരിക്കും ഇതിനെ കളർഫുൾ ആക്കി എടുക്കുന്നത്. That means ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. ഞാൻ അതിനൊന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ താഴെ ലോവർ ലെവൽ മുതൽ ഹയർ ലെവൽ വരെ നിൽക്കുന്ന എൻ്റെ സ്റ്റാഫുകളുണ്ട്. അവരുടെ സക്സസ് ആണ് എൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു അവരുടെ സപ്പോർട്ടിനും കാര്യങ്ങളും കൂടെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആക്ച്വലി ഒരു ഇവന്റ് നമുക്ക് സക്സസ്ഫുൾ ആയി വരുന്നത്. താങ്കളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുന്നത്? അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഫസ്റ്റ് തിങ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ വേറെ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു.
അപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി കോവിഡ് സമയങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ബാക്കി ബിസിനസ്സുകൾ വന്ന സമയത്ത് തന്നെ കോവിഡ് വന്ന സമയത്താണ് എല്ലാ ഇവൻറ്റ് മാനേജേഴ്സ് ആൾക്കാരും ഒരേ ഗ്രെയിൻ ലെവലിലേക്ക് വന്നത്. അതായത് ഒരുപാട് വൻപന്മാരും എല്ലാവരും ഒരേ ലെവലിൽ വന്നു. അപ്പോഴാണ് ഞങ്ങൾക്കിത് തുടങ്ങാനുള്ള കറക്റ്റ് സമയമായത് എന്നുള്ളത്. ഒരുപക്ഷെ കോവിഡ് നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം കോവിഡ് ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ ബാക്കിയുള്ളവരോട് പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ മാർക്കറ്റിൽ പറ്റിയെന്ന് വരുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്ത് വന്നത്. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബ്രോഡർ കാറ്റഗറി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയും ഇവന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാരോട് പറയാം അല്ലെങ്കിൽ ചോദിക്കാം എന്ന് പറയാറുണ്ട്. അപ്പോൾ പല കാറ്റഗറീസ് ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ അത് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പല പല കാറ്റഗറി അതിലുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ശരിക്കും ഒരു ഇവന്റ് മാനേജ്മെന്റിൽ കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്? ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പം ആൾക്കാർക്ക് ഒരു ചിന്ത എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. പക്ഷേ അതിനകത്തും നമുക്ക് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞ പോലെ ഉണ്ട്. ഇതിന് നമുക്ക് 2 ഭേദഗതിയിലായിട്ട് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സ്റ്റേജ് ഡെക്കറേഷൻ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് സർവീസസ് എന്ന് പറയും. ഞങ്ങളുടെ ക്രൂ തന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പോകും. അതായത് ഒരു വെഡിങ് കൺസിഡർ ഒരു വെഡിങ് ആണെങ്കിൽ രാത്രി മുതലേ വർക്ക് ചെയ്യുന്നത് എൻ്റെ സ്റ്റേജ് പ്രൊഡക്ഷൻ ടീമായിരിക്കും. ഞങ്ങളെ പ്രൊഡക്ഷൻ ഉണ്ട്. അതായത് ഒരു ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് പല വിങ്ങുകളുണ്ട്. സ്റ്റേജ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് വേറൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഞങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്, സ്റ്റേജ് പ്രൊഡക്ഷൻ എന്ന് പറയും. ആ സ്റ്റേജ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ് രാത്രി കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ ഇവന്റ് നടക്കുന്ന സമയത്ത് എന്റെ ക്രൂ അത് മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് സർവീസസിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് കൊണ്ടു നടക്കുന്നത്. മീൻസ് ഒരു 2 ഡിഫറെന്റ് എൻറ്റിറ്റി വിങ്ങിലാണ്. ഈ സ്റ്റേജ് പ്രൊഡക്ഷനിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഫ്ലോറിസ്റ്റിനെ വെച്ചിട്ട് ഫ്ലോറൽ ഡെക്കറേഷൻസ് വരാം, പിന്നെ ടേബിൾ സെറ്റിംഗ് ആൻഡ് ടേബിൾ ഡെക്കോസ്, പിന്നെ കേർട്ടൻ ഡെക്കോസ്, പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, LED വാൾ ആണെങ്കിൽ LED വാൾ, അങ്ങനെ ഡിഫറെന്റ് ഒരു ബ്രോഡർ കാറ്റഗറിയിലേക്ക് ഇത് മൂവ് ചെയ്യും. സ്റ്റേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു വിങ് അല്ല, അതിന് ഒരുപാട് സബ് മോഡ്യൂൾസും കാര്യങ്ങളും ഉണ്ട്. അവരായിരിക്കും രാത്രി മൊത്തം നിന്ന് വർക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് രാവിലെ ഇവരുടെ ഈ സാധനത്തിന് അവരുടെ ഫങ്ഷൻ പ്രോസസ്സിനെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡാണ് ഇവന്റ് മാനേജ്മെന്റ് സർവീസസിൽ നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇതിന് ഇടയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് ഇപ്പോഴും ഹരിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. താങ്കൾ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു കാറ്റഗറി ചൂസ് ചെയ്തുകൊണ്ട് ഒരു ഓൺട്രപ്രണർ ആയത്? അതെന്ന് പറയുമ്പോൾ എനിക്ക് കൊച്ചുനാൾ മുതലേ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാൻ, ചാർട്ട് ഔട്ട് ചെയ്യാൻ, അങ്ങനെ നടത്താനൊക്കെ ഉള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഫീൽ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന അതായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പാർട്ടിയുടെ ഓരോ തോരണങ്ങൾ കാണും, അങ്ങനെയൊക്കെ കളക്ട് ചെയ്യുക, അതൊക്കെ കിട്ടുന്നതും അങ്ങനെയൊക്കെ കാണുന്നതൊക്കെ ഒരു ഭയങ്കര കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ അതിനെ ഗ്രാബ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് താങ്കളുടെ ചോയ്സ് ആയിരുന്നു? അങ്ങനെ ആക്ച്വലി ഫസ്റ്റ് തിങ് ഞാൻ കൊച്ചിലെ വിചാരിച്ചു ഞാൻ ഒരിക്കലും ഒരു എഞ്ചിനീയർ ആവില്ല എന്നുള്ളതായിരുന്നു. പിന്നെ ഇവൻച്വലി നമ്മളെ എഞ്ചിനീയറിംഗിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ ചോദിക്കാൻ കാരണം എഞ്ചിനീയറിംഗ് പഠിക്കുകയും ഇങ്ങനെ ഒരു ഓൺട്രപ്രണർ ആവുകയും ചെയ്യുമ്പോൾ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു റെസിസ്റ്റൻസ് എന്താണ് എന്നറിയാൻ വേണ്ടിയാണ്. അത് ആക്ച്വലി നല്ല രീതിയിൽ തന്നെയാണ് വീട്ടുകാർ അത് പ്രൊമോട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ അതിന് ആദ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി നമ്മൾ അടുത്തടുത്ത ബിസിനസ്സിലേക്ക് വന്നപ്പോഴും എല്ലാവർക്കും ഓക്കെ ആയിരുന്നു എന്നുള്ളത്. അല്ലാതെ ഒരു വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും എല്ലാവരും അങ്ങനെ പറഞ്ഞില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരുടെ അക്സെപ്റ്റൻസ് പോലെ നമ്മളൊരു പുതുതായിട്ടൊരു ബിസിനസ് ആരെന്ത് ചെയ്താലും നമ്മുടെ ഒരു നോർമൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് ആദ്യം കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒരു ലോഡ് പുച്ഛം തന്നെയാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, ഫേസ് ചെയ്തു, ആ ഒരു രീതി നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ അതിന് എൻ്റെ കൂടെ തോളോട് തോൾ നിന്ന് എൻ്റെ പാർട്ട്നേഴ്സുണ്ട്, എൻ്റെ ടീമുണ്ട്. നമ്മൾ അതൊന്നും വകവെക്കാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെയാണ് നമ്മൾ ഇതായിട്ട് കയറി വന്നത്. ഓക്കെ, ഇപ്പം താങ്കൾ പറഞ്ഞു താങ്കൾ പാർട്ട്നേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള നിലയിൽ ഒരു ഓൺട്രപ്രണർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അത് സക്സസ്ഫുൾ ആക്കാം? കാരണം പല പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിലും
അസ്വാരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ഇഷ്യൂ കൊണ്ട് പലപ്പോഴും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ താങ്കൾ ഇത്രയും നാളുകളായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, അതും ഇത്രയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിലാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് താങ്കൾ ഇതിനെ മാനേജ് ചെയ്യുന്നത്? പറഞ്ഞു, ഞങ്ങൾ 8 വർഷമായിട്ട് ഞങ്ങൾ ബിസിനസ്സിലുണ്ട്, ഞാൻ ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ കണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു മെജോറിറ്റി വിൻസ് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പം നമ്മൾ ആ ഒരു ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കും. ഇപ്പോൾ ഞങ്ങൾ പാർട്ട്നേഴ്സ് ഇരിക്കും, ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 3 പേര് ഇരിക്കുന്ന സമയത്ത് ഇപ്പം 3 പേർക്കും 3 അഭിപ്രായം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. 2 പേര് ഒരു അഭിപ്രായത്തിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഞങ്ങൾ 3 പേര് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത്, ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് 3 ഓപ്ഷൻസ് വരും. അതിൽ അല്ല, 2 പേര് ഒരെണ്ണത്തിനെ സപ്പോർട്ട് ചെയ്യും. സോ അപ്പോൾ മെജോറിറ്റി വിൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഇതിനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമ്മളതൊരു പേഴ്സണൽ രീതിയിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പാർട്ട്ണർഷിപ്പ് ഗോൾ എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ 8 വർഷമായിട്ട് ഞങ്ങൾ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ഇഷ്യൂസിലേക്ക് പോയിട്ടില്ല. ബിക്കോസ് നമ്മൾ കൊച്ചുനാൾ തൊട്ടേ അറിയാന്നുള്ളത് തന്നെയാണ്, ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് വി ആർ എൻറ്റയർലി ബിസിനസ് പാർട്ട്നേഴ്സ്. പക്ഷേ ആ ഒരു ബിസിനസ് മീറ്റ് കഴിഞ്ഞ് ആ ഡോറ് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പഴയ പോലെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. ബിസിനസ്സിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളത് അവിടെ ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ വെളിയിലിറങ്ങുന്നത്. അപ്പോൾ അതിനെയാണ് ഞാൻ എപ്പോഴും പാർട്ട്ണർഷിപ്പ് സക്സസ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവന്റ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ താങ്കൾ വർക്ക് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും സക്സസും ഫെയില്യൂറും ബിസിനസിന്റെ ഭാഗമാണ്. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഫെയില്യൂവേഴ്സ് എങ്ങനെ താങ്കൾ ഓവർകം ചെയ്തു എന്നറിയാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എടുക്കുന്ന കോൺട്രാക്ട്സ് ചിലപ്പം നമുക്ക് ലാപ്സായി പോകാറുണ്ട്. മീൻസ് ചിലപ്പം അവരുടെ ഫാമിലീസ് ഇഷ്യൂസ് തമ്മിൽ ക്യാൻസലായി പോകുന്നതുണ്ട്. പക്ഷെ അങ്ങനൊരു നെഗറ്റീവ് നമ്മളെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഇട്ട എഫേർട്ടിനൊരു ചിലപ്പോഴൊക്കെ ഒരു 1-2 ഇൻസിഡൻസ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് അതിനെയൊക്കെ ഒരു ടാക്കിൾ ചെയ്യാനായിട്ട് മെന്റലി നമ്മളെല്ലാവരും കൂടെ സ്ട്രോങ് ആയി നിന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മേഖലയിൽ ഒരുപാട് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ തന്നെ തൊഴിലില്ലായ്മയും ഒരു വലിയ വിഷയമാണ്. പല തൊഴിലുകളും മാറി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എഞ്ചിനീയേഴ്സ് എന്ന്. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ താങ്കൾ എന്ത് അഡ്വൈസാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങിയത്. അതിനകത്ത് കൂടുതൽ ഞങ്ങൾ എഞ്ചിനീയറിംഗ് കുട്ടികളെ തന്നെയാണ് ഞങ്ങൾ എംപ്ലോയീസ് ആക്കിയിരുന്നത്. ഇതിനകത്ത് ഇറ്റ്സ് നോട്ട് അബൌട്ട് വൈറ്റ് കോളർ ജോബ്സ് ഓർ ബ്ലാക്ക് കോളർ ജോബ്സ്. നാളെ ഇപ്പം എൻ്റെ കമ്പനി ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അടുത്ത ജോലി നോക്കുക. അത് ഞാൻ ഇന്ന പ്രൊഫൈലിലിരുന്നു, ഇന്നതേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള വാശികളാണ് മനുഷ്യനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോയില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതിൽ നമ്മൾ ഇന്ന ജോലിയെ നമ്മൾ ചെയ്യൂ എന്ന് വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ടൊരു വളർച്ച ഉണ്ടാകത്തില്ല. എല്ലാവരും ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയ ആൾക്കാർ തന്നെയാണ്. അപ്പം ആ ചെറുത് ചെയ്യാനുള്ള അഭിമാനം നമുക്ക് വേണം. ഇവന്റ് മാനേജ്മെന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അപ്പം ഈ ഒരു ഫീൽഡിൽ താങ്കൾ എങ്ങനെയാണ് ഇത്രയും വർഷമായിട്ട് പിടിച്ചു നിൽക്കുന്നത്? കസ്റ്റമർ സർവീസ്, നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ മാക്സിമം നമുക്ക് അടുത്ത റെഫറൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ ഞങ്ങളുടെ ചെയ്തിട്ടുള്ള സ്റ്റേജ് റെഫറൻസസ്. പിന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിലൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ, ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 3-4 ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണുകയാണെങ്കിൽ ആ സ്റ്റേജസിനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു സ്റ്റേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ആൾക്കാരെ നമ്മളെ വിശ്വസിക്കുകയും നമ്മളെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യും. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ താങ്കളെ എന്തിന് ഇവന്റ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ പ്രിഫർ ചെയ്യണം? അതായത് ഒരുപാട് ഇവന്റ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാർ എൻ്റെ മുന്നിലുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് താങ്കളെ പ്രിഫർ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റേജസ് എവറി ഡേ പുതിയ പുതിയ ഡിസൈൻസ് ഇറങ്ങുന്നതാണ്. അതെല്ലാം നമുക്ക് പല പല സൈറ്റുകളിൽ നിന്ന് കാണാം, പല പല രീതികളിൽ നിന്ന് കാണാം. നമുക്ക് തന്നെ ക്രിയേറ്റീവായിട്ട് ഇപ്പം നമ്മുടെ
ഒരു ഡിസൈൻ തന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊരു കസ്റ്റമർ ഐഡിയ ഉണ്ട്. എൻ്റെ ക്ലയൻറ്റ് ടെസ്റ്റിമോണിയൽസ് തന്നെ അതിന് ഉദാഹരണമാണ്. അവരുടെ രീതിയിൽ അവർ പല പല ഡെക്കോർ ഐഡിയാസ് കൊണ്ടുവരുന്നതെല്ലാം നമ്മൾ 100% എന്ന് ഞാൻ പറഞ്ഞില്ല, 99.9% നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതിനുള്ള ക്ലയൻറ്റ് ടെസ്റ്റിമോണിയൽസ് നമുക്ക് അവർ തന്നിട്ടുണ്ട്. ആ ടെസ്റ്റിമോണിയൽസ് തന്നെ മതി നിങ്ങൾക്ക് നമ്മൾ റെഫർ ചെയ്യാനായിട്ട്. ഓക്കെ. ഇപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വെഡിങ് ആണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത്. അല്ലാതെ ചെറിയ ബർത്ത്ഡേ പാർട്ടീസ് അല്ലെങ്കിൽ ബ്രൈഡ് ടു ബി അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതല്ലാതെ ഏത് തരത്തിലുള്ള ഇവന്റ്സ് ആണ് താങ്കൾ മാനേജ് ചെയ്യുന്നത്? ഞങ്ങൾ ഒരു കപ്പിളിന്റെ പ്രൊപ്പോസൽ വീഡിയോ വരെ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. നമ്മൾ ഒരു ന്യൂലി മാരീഡ് കപ്പിൾ അല്ലെങ്കിൽ ഒരു മാരേജ് ഫിക്സ് ചെയ്ത കപ്പിളിന്റെ സ്മോൾ ഇവന്റ്സും ഞങ്ങൾ ചെയ്യുന്നു. പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ആനുവൽ ഡേയ്സ് നമുക്ക് ചെയ്യാം, കോർപ്പറേറ്റ് ഇവന്റ്സ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെയുള്ള എല്ലാ കൈൻഡ് ഓഫ് സ്മോൾ ടു ബിഗ് ഇവന്റ്സ് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പല കാറ്റഗറി ചെറിയ വർക്കുകളും വലിയ വർക്കുകളും കോർപ്പറേറ്റ് ലെവലിലുള്ള വർക്കുകളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹരി. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള വർക്ക് ഏതാണ് ഇത്രയും നാളുള്ള എക്സ്പീരിയൻസ്? വെഡിങ്ങിന്റെ ഇവന്റ്സ് തന്നെയാണ്. വെഡിങ്ങും പിന്നെ വൺസ് ഇൻ എ ലൈഫ് ടൈം മൊമെന്റ്സ് എന്ന് പറയുന്ന ഇവന്റ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൊപ്പോസൽ ഡേ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഡേ, മാരേജ് ഡേ എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ നമുക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ബർത്ത്ഡേ, പക്ഷെ ബാക്കിയുള്ള ബർത്ത്ഡേ 10 വയസ്സ് 15 വയസ്സ് അതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് നമുക്ക് വെഡിങ് വർക്ക്. കാരണം അവരുടെ ഒരു നമ്മൾ വെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു അച്ഛൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്ന അവരുടെ ലൈഫിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവർ ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവർ നമുക്ക് പേ ചെയ്യുന്ന സമയത്ത് പോലും ആ റെസ്പെക്റ്റും സന്തോഷവും നിറഞ്ഞ പൈസയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു അവരുടെ കയ്യിൽ നിന്ന് അത് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എപ്പോഴെങ്കിലും ഡീമോട്ടിവേഷൻ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ആ സാഹചര്യം? ഇപ്പോൾ ഡീമോട്ടിവേഷൻ നമ്മൾ പല സമയത്തും നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പം കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ചില സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന വർക്ക് നമുക്ക് കയ്യിൽ നിന്ന് പോകും. പല പല ആൾക്കാർ നമ്മുടെ വർക്ക്സ് ഓവർലാപ്പ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ആദ്യ കാലത്തൊക്കെ ആലോചിക്കും ഇതൊരു പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളത്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എൻ്റെ കുറച്ച് സ്റ്റാഫുകളുണ്ട്. അവരെ എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എന്നെ വിശ്വസിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ ഞാൻ മാറിയാൽ, ഞാൻ എൻ്റെ സ്വന്തം സുഖങ്ങളെ മാത്രം വെച്ചുകൊണ്ട് ഞാൻ മാറിയാൽ ഞാനൊരു കൂട്ടം ആൾക്കാരെയാണ് താഴോട്ടാക്കുന്നത്. അപ്പോൾ അത് ആലോചിക്കുമ്പോഴാണ് ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആകുന്നത്. ഓക്കെ. ഒരു ആർട്ട് ഇവന്റ് കമ്പനിയുടെ ഫ്യൂച്ചർ എന്താണ്? അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഡേ ബൈ ഡേ. ആർട്ട് ഇവന്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫ്യൂച്ചർ എന്താണ്? അത് ഏത് ലെവലിൽ ഗ്രോ ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ എവറി ക്ലയൻറ്റ് നീഡ്സ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നതും അത് തന്നെയാണ്. എൻ്റെ ഒരു കസ്റ്റമർ വരുമ്പോൾ അവർ ഒരു സർവീസ് അന്വേഷിച്ച് വേറൊരാളുടെ അടുത്ത് പോകേണ്ട ആവശ്യം വരുത്തരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ആർട്ടിൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് അല്ലാതെ എവിടെയൊക്കെയാണ് താങ്കളുടെ സർവീസസ് ഉള്ളത്? നമുക്ക് ട്രിവാൻഡ്രത്തല്ലാതെ തന്നെ കൊച്ചിയിലുണ്ട്, കാലിക്കറ്റും ബാംഗ്ലൂരും നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. ഹരിയുടെ വാക്കുകളിൽ നിന്ന് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് നമുക്ക് മനസ്സിലായി. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണെങ്കിൽ ഹരി ഒരു കലാകാരനാണ്. ഹരി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആർട്ടിൽ ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഇവന്റ് നീഡ്സ് ആവട്ടെ. ഹരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ കമ്മിങ്.